ബ്രഹ്മാസ് റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് ഫാം ആൻഡ് നഴ്സറിയുടെ ഉണ്ടൂരുള്ള പ്രൊജക്റ്റിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു കോൺക്രീറ്റ് കാല് വാർക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോവാണ്. എങ്ങനെയാണ്, എത്ര കമ്പി, എത്ര നീളത്തിലുള്ള കമ്പിയാണ്, അതെങ്ങനെയാണ് കെട്ടുക, ഏറ്റവും ഈസിയസ്റ്റ് വേയും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലും എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഇത് നോക്കി ശ്രദ്ധിക്കുക. ഇതുപോലെയാണ് നമ്മൾ തട്ടുകളെല്ലാം അടിച്ചിട്ടിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഇതേപ്പോൾ അവിടെ ഇന്ന് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആൾക്കാരുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 1500 കാലാണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ. അപ്പൊ അതിന്റെ സൈറ്റാണ് ഇപ്പൊ അത്. ഇപ്പൊ നമ്മളിതിന്റെ കമ്പികൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കമ്പി ഒന്ന് എടുത്തിട്ട് ഇവിടെ വയ്ക്കാമോ? ആ കമ്പി ഓക്കെ. ഇപ്പൊ ഇതുപോലെയാണ് നമ്മൾ കമ്പി കെട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു സെക്കൻഡ് ഒന്ന് ലേശം ഇങ്ങോട്ട് വന്നിങ്ങനെ. ഇത് 8 അടി നീളത്തിലുള്ള കമ്പിയാണിത്. 8 mm കമ്പിയാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ 8 mm കമ്പി നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ഒരു പുതിയ മെത്തേഡിലാണ്. കണ്ട, ഇത് സാധാരണ ഇത് നമ്മൾ റിങ് വളച്ച് കെട്ടുകയാണ് ചെയ്യാനുള്ളത്. ഇത് 3 കമ്പിയാണ് ഇതിൽ ഫിക്സ് ചെയ്യണത്. ഇവിടെ ഇങ്ങനെ ഇതൊരു 3 ഇഞ്ച് നീട്ടത്തിലുള്ള ബിറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കണം. എന്നിട്ട് അത് വെൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടോ, അല്ലേ? ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇത് 1 2 3 4 5 ആവശ്യാനുസരണം നമ്മൾ ഇതേപോലെ തന്നെ കമ്പി ഇതിൽ വെച്ച് ഫിക്സ് ചെയ്യണം. ഈ അറ്റത്ത് വന്നിട്ട് ഒരു പൈപ്പിന്റെ പീസ് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കും. കണ്ട, ഇത് നമുക്ക് ഈ മുകളിൽ വരുന്ന ഭാഗത്തിന് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ വരുന്ന ഭാഗത്തിന് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് പതുക്കെ ആ അച്ചിലേക്ക് ഇറക്കി വെക്കാൻ പോകുന്നു. ഒന്നിച്ച് അച്ചിലേക്ക് ഇറക്കി വെക്കാം. ഇങ്ങനെയാണ് കമ്പി നമ്മൾ വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളുടെ മുകളിൽ ടയർ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട്, ടയർ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് നമ്മൾ 6 ഇഞ്ചിന്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം. ഇതിൽ കൂടിയാണ് നമ്മൾ 12 mm കമ്പി ഇതിലെ ഇടും കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം. അതേപോലെ ഈ സൈഡിലുള്ളതിനും നമ്മൾ അതേപോലെ കമ്പി ഇടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ കോൺക്രീറ്റ് എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് കാണിച്ചു തരാം. കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ കമ്പീനെ നമ്മൾ അതിന്റെ മിഡിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ ആദ്യം അതിന്റെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പി മിഡിലിൽ വരണം, വെച്ചിട്ടുള്ള കമ്പി. അപ്പൊ അതൊരു സ്വല്പം നമ്മൾ പൊന്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അത് പതുക്കെ കമ്പി ഒന്ന് പൊന്തിച്ചു കൊടുക്കും. അതെ 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 അതെ. എടുത്തോ ഞാൻ പൈപ്പ് വയ്ക്കണോ? അല്ല, അത് പറഞ്ഞ ഇതിന് വേണ്ടിട്ടാണ്. വേണ്ട പൈപ്പ് വെച്ചോ? വെറുതെട്ടാ ഞാൻ പൈപ്പ് വെച്ചു. പൈപ്പ് ഫിറ്റ് ചെയ്യണ എങ്ങനെയാന്നുള്ളത് എല്ലാവർക്കും കാണാം. ഒന്ന് പൊന്തിക്കും. പറഞ്ഞു നിർത്തിയിട്ടുള്ള ആളെയാ. கீழே வை அவங்களுக்கு கிட்ட அவங்க கிட்ட ஒரு கட்டி வச்சுட்டாங்க பாக்கி ஒன்றும் போல
அது கண்ணாடி எப்படி வேணாலும் போட்டுக்க கம்பி கொடுத்துருவாங்க നമുക്ക് എടുത്ത് അങ്ങനെ ഇടാം നമുക്ക് ആ വരി കടന്നു ഇതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തേ ഇത് ഇതെല്ലാം നമ്മൾ 2 ദിവസം മുമ്പ് കോൺക്രീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത്. അത് ഇതിന്റെ എല്ലാം നമ്മൾ ഇതെല്ലാം കോൺക്രീറ്റ് എല്ലാം വാർത്തു കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ പലയെല്ലാം പൊളിച്ചിട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ആ പൈപ്പ് ഫിക്സ് ചെയ്ത് എന്തിനാണെന്നുള്ളത് പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. കണ്ട ഇതിലാണ് നമ്മൾ 12 mm ഇത് 3/4 ഇഞ്ചിന്റെ PVC പൈപ്പാണ്. ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് 12 mm കമ്പി നമ്മൾ ഇടുന്നത്. 1 അടി നീളത്തിലുള്ള 2 അടി നീളത്തിലുള്ള കമ്പി ഇതിൽ ഇടുന്നത്. അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ മുകളിൽ ടയർ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയും ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ കൂടിയും ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈഡിൽ കൂടെ ക്രോസ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലേക്ക് കാണാം. വേണ്ട ഇതാണ് സൈഡിൽ കൂടെ കൊടുത്തിട്ടുള്ള ക്രോസ്. അപ്പോൾ നമ്മൾ ഇതിലെയും നമ്മൾ കമ്പി ഇടും. അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഇപ്പോൾ അതേ ചെയ്തിട്ടിരിക്കുന്നതാണ്. നമ്മുടെ ഈ കമ്പി കാര്യങ്ങളെല്ലാം ഇതിന്റെ വളച്ച് ഇതെല്ലാം കട്ട് ചെയ്ത് ഇതെല്ലാം കോൺക്രീറ്റും കാര്യങ്ങളെല്ലാം ചെയ്യണത് മിസ്റ്റർ ബാബു. പുള്ളിയാണ് ഇതിന്റെ സ്പെഷ്യലിസ്റ്റ്. നമ്മളെ വർക്കെല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ബാബു ഒരു ഹായ് പറയൂ. ഇനി നമ്മൾ അടുത്തതായിട്ട് എങ്ങനെ അത് വാർക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കാണിക്കാം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അതിന്റെ എങ്ങനെയാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാല് എങ്ങനെയാണ് കോൺക്രീറ്റിംഗ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.